ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ ശ്രുതി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ശ്രുതി തന്നെ സംശയിച്ചത് നീലിമയുടെ കൂടെ കഴിഞ്ഞപ്പോൾ നീലിമ ഗർഭിണിയായോ എന്ന് ശ്രുതി ചോദിച്ചു എന്നൊക്കെ ശ്രുതി ചന്ദ്രനോട് പറയുവാണ്. ചന്ദ്രക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം കയറുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, അവക്കെന്താണ് നിന്നോട് ഇത്രയും ബഹുമാനമില്ലാതെ ആയോ, വാ നമുക്കിപ്പോൾ തന്നെ ഇത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടി ശ്രുതിയുടെ മുറിയിലോട്ട് പോവാണേ. ശ്രുതി ചന്ദ്രയുടെ വരവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏകദേശം നല്ല ദേഷ്യത്തിലാണെന്ന്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നേ, നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു ആൻറ്റി, എന്ത് ചെയ്തു എന്നോ, നീ എന്തൊരു ചോദ്യമാണ് ശ്രുതിയോട് ചോദിച്ചത്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ. ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതിക്ക് നീ എന്ന് പറഞ്ഞാൽ ജീവനാ, നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവൻ്റെ മനസ്സ് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും, നീ അതേപ്പറ്റി ചിന്തിച്ചോ, എങ്ങനെ ചോദിക്കാൻ തോന്നി ശ്രുതി നിനക്ക് അങ്ങനെയൊക്കെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ടെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചോദിച്ചു പോയത് ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്തറിയാതെ, ഞങ്ങളെല്ലാം കല്യാണത്തിന് മുമ്പ് ഇവൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ, കല്യാണത്തിന് മുമ്പ് എല്ലാവർക്കും ഓരോ റിലേഷനൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും, അവളൊരു കള്ളി ഇവൻ്റെ പൈസ അടിച്ചുകൊണ്ട് ഓടിപ്പോയി, ഞങ്ങൾ നിങ്ങളോടൊന്നും മറിച്ചൊന്നും വെച്ചില്ലല്ലോ ശ്രുതി, ആ സംഭവത്തിന് ശേഷം ഇവൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ ചന്ദ്ര പറയുവാണേ. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ശരി, അതൊക്കെ കഴിഞ്ഞു, പക്ഷെ ആ കാര്യം പറഞ്ഞ് നീ ഇവനെ സംശയിക്കുന്നത് ശരിയാണോ ശ്രുതി, അവള് ഗർഭിണിയാണോ എന്നൊക്കെ നീ ചോദിച്ചു എന്ന് എങ്ങനെ ചോദിക്കാൻ തോന്നി നിനക്ക്. ശ്രുതി പറയുന്നുണ്ട്, മതി അമ്മേ, വാ പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്ത് മതിന്ന്, നിക്ക് ശ്രുതി നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ശ്രുതിയുടെ അടുത്തോട്ട് നീക്കി നിർത്തുവാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ ഞാനായിട്ട് മരുമകളായിട്ട് കൊണ്ടുവന്നത് നിന്നെ മാത്രമാണ്, ശ്രുതിക്ക് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും നിന്നെയാ, നീ ശ്രുതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിനക്കും ശ്രുതിയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് നിന്നോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുള്ളത്. ഇവൻ കുടിച്ചിട്ട് വരാറൊന്നുമില്ലല്ലോ സച്ചിനെ പോലെ, നിന്നെ തല്ലാറുണ്ടോ, അതും ഇല്ലല്ലോ, അവനെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിരിക്കുന്നതെന്നൊക്കെ ചന്ദ്ര ശ്രുതിയെ നോക്കി പറയുവാണേ. അവനെ നീ സംശയിക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, സംശയിക്കുന്നൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, വെറുതെ ചോദിച്ചെന്നോ, ഇപ്പോൾ നീ ഇവിടെ കല്യാണത്തിന് മുമ്പ് പുറം നാട്ടിലൊക്കെ വളർന്ന കുട്ടിയല്ലേ, അവിടെ നിനക്ക് വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷൻ ഉണ്ടായിരുന്നോ, നീ ഗർഭിണിയായിരുന്നോ, ഒരു കുട്ടിയുടെ അമ്മയായിരുന്നോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്ക് എന്തറിയാം നിന്നെപ്പറ്റി, നീ പുറം നാട്ടിൽ വളർന്ന കുട്ടിയല്ലേ, അതുപോലൊരു ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ച, അല്ലെങ്കിൽ ഞാനോ ശ്രുതിയോ ചോദിച്ച, എന്തായിരിക്കും നിന്റെ മറുപടി, എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണേ. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ശ്രുതിക്ക് ഇങ്ങനെ ടെൻഷൻ കയറിയിരിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഞങ്ങൾ ആരും നിന്നെ സംശയിച്ചിട്ടില്ലല്ലോ, അവനും നിന്നെ സംശയിച്ചിട്ടില്ല, അപ്പോൾ അവനോട് നീ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ശരിയാണോ, നീ തന്നെ പറയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ, ഈ ശ്രുതി എന്താ ചെറിയ കുട്ടികളെ പോലെ അമ്മയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഇവരിങ്ങനെയൊന്നും ചിന്തിക്കുന്നത് ശരിയല്ല, ഇതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രനോട്, ആൻറ്റി എന്തിനാ ഇത്രയും ചൂടാവുന്നേ, ഈ ശ്രുതിയും നീലിമയും തമ്മിൽ ലിവിങ്ങിലായിരുന്നില്ലേ, അല്ലാന്ന് പറ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യം പിൻവലിക്കാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ. ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ലിവിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല അവളോട്, അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അതില്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് പൊക്കൂടെ, ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണേ. ശ്രുതിയുടെ ചോദ്യത്തിന് മുമ്പിൽ ചന്ദ്രയുടെ ഉത്തരം മുട്ടിപ്പോവാണേ. ഈ വീട്ടിൽ തല്ലു പിടിക്കാതെ കഴിയുന്നത് നിങ്ങൾ എന്നും സ്നേഹത്തോടെ കഴിയണം, അത് കണ്ടാലേ എനിക്ക് സമാധാനമാവത്തുള്ളൂ, നിങ്ങൾ ഇനി ഇതുപോലെയൊന്നും തല്ലൊന്നും പിടിക്കരുത്, ഡോക്ടറും ചെക്കപ്പും ഒന്നും വേണ്ട, കുട്ടികളാവുമ്പോൾ ആവട്ടെ, ചെക്കപ്പിനൊന്നും പോവണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോവാണ്. ശ്രുതി അതിനൊക്കെ സമ്മതിക്കുന്നുമുണ്ട്. ചന്ദ്രമുറിയിൽ നിന്നും പോകുമ്പോഴേക്കും ശ്രുതി പുറകെ ഓടിപ്പോവാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ ഇത് ശ്രുതിനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചോദ്യത്തിന് അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഉത്തരം മുട്ടി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാം നീ കാരണമാണ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത്, ആ പെണ്ണിനെയും കൂട്ടി കണ്ടിടത്തൊക്കെ കറങ്ങിയായിരുന്നല്ലോ, അതല്ലേ ഇങ്ങനെയൊക്കെ ചോദ്യമൊക്കെ അവളുടെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടി വന്നത്, നീ ചെയ്ത തെറ്റുകളൊക്കെ തന്നെയാണ് നിന്നെ ഇപ്പം പിന്തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതിനോട്. അപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ചന്ദ്ര പറയുന്നുണ്ട്, അല്ല ഈ ശ്രുതി എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നീലിമയുടെ കാര്യമൊക്കെ വന്ന് ചോദിക്കുന്നു, നിന്നെ സംശയിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മയെ അവൾക്ക് പെട്ടെന്ന് കുട്ടികളുടെ വിചാരം കുട്ടി വേണമെന്നുള്ള ഒറ്റൊരു വാശിയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അല്ല ഇവളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതുവരെ ചോദിക്കാത്തവളെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട്. അല്ല ശ്രുതി, എനിക്കൊരു സംശയം, നമ്മൾ കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പല്ലേ ഈ ശ്രുതിയെ കണ്ടതും പരിചയപ്പെട്ടതും, അവളുടെ പിൻകാലത്തെ ജീവിതം എങ്ങനെ
ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്, പക്ഷെ അവളെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവളുടെ ഫ്ലാഷ് ബാക്കിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, നമുക്കത് അന്വേഷിക്കണം, ഇപ്പം നീ പോയി കിടന്നോ, സുഖമായിട്ട് ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ മുറിയിലോട്ട് വിടുവാണേ. പിറ്റേ ദിവസം രാവിലെ ശ്രുതി വേറൊരു കളർ ഷർട്ട് ഇട്ട് റെഡിയാവുകയാണേ. ശ്രുതിയാണെങ്കിലോ ശ്രുതിയുടെ പഴയ ഷർട്ടുകളൊക്കെ അലക്കിയിട്ടുകൊണ്ടും വരുവാണ്. ശ്രുതിയുടെ ഡ്രസ്സൊക്കെ ശ്രുതി തന്നെ അലക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചന്ദ്രൻ നോക്കുമ്പോൾ ശ്രുതി ബക്കറ്റും കൊണ്ടൊക്കെ വരുവാണ്. നീ എന്തിനാ ഡ്രസ്സൊക്കെ അലക്കുന്നേ, അവൾ അലക്കൂല എന്ന് പറഞ്ഞു ആ രേവതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഈ ശ്രുതിയുടെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തിരുമണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എനിക്ക് സമയമായി, അതിൻ്റെ ഇടയിൽ ആ തുണി തിരുമലെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ ശ്രുതി ഇത്, നീ ആ ജോത്സ്യം പറയുന്നതൊക്കെ അനുസരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇല്ലെങ്കിൽ എന്നെ ചുറ്റപ്പെട്ടവരിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടാവുമേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ കാരണം ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ടേ. അപ്പോൾ ശ്രുതി പറയും, ഇല്ലമ്മേ, നിങ്ങൾക്കൊരു പ്രശ്നം വരത്തില്ല, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം, എനിക്ക് വിശന്നിട്ടും വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോഴേക്കും സച്ചി അവിടെ ഉണ്ടാവത്തില്ല. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് രേവതിയോട്, സച്ചി എവിടെ മോളേന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയുടെ ഒരു ഓട്ടം വന്നു, പെട്ടെന്ന് വന്നതാ, അപ്പോൾ എളുപ്പം പോയിരിക്കുമോ അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധിയും ചന്ദ്രയും വരും. സച്ചിനെ അപമാനിക്കലാണല്ലോ അവരുടെ പണി. ഓ, എന്ത് വലിയ ഓട്ടം, എത്ര ഓടിയാലും വല്ല 500 1000 ഒക്കെ അല്ലേ അവന് കൂടുതൽ കിട്ടത്തുള്ളൂ, എന്തോ ലക്ഷക്കണക്കിന് കിട്ടുന്നത് പോലെ അവൻ്റെ ഓട്ടം, എത്രയൊക്കെ ആയാലും ആ കാറല്ലേ ഇട്ട് ഓടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടൻ എന്തായാലും വലിയ ആളായിട്ട് വരിക തന്നെ ചെയ്യും, ലക്ഷങ്ങളൊന്നല്ലെങ്കിൽ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്ര പറയും, വലിയ ആളാവും, നീ കൊടുക്കുന്ന ഭക്ഷണം തിന്ന് അവൻ വലിയ ആളായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ അപമാനിക്കുവാണേ. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ സച്ചി ഒരുപാട് മരസാധനങ്ങളും കൊണ്ടൊക്കെ വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ രവീന്ദ്ര ചോദിക്കും, എന്താടാ സച്ചി ഇത്? അച്ഛാ, ഇത് കട്ടിലിൻ്റെ കാല് മാത്രമല്ല, കട്ടിലിൻ്റെ ഓരോ പാർട്സും ഉണ്ട്. എടാ മഹേഷ്, ഈ കയറ്റി വെക്കടാന്നൊക്കെ പറയുവാണേ. അപ്പോൾ ഒരു കട്ടിലിൻ്റെ പാർട്സൊക്കെയാണ് സച്ചിയുടെ കൂട്ടുകാരും സച്ചിയും കൂടി കൊണ്ടുവരുന്നത്. ഇതെന്താടാ സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഞങ്ങൾക്ക് കിടക്കാൻ കട്ടിലില്ലല്ലോ അച്ഛാ, അപ്പോൾ കട്ടിൽ ഞാൻ അങ്ങോട്ട് മേടിച്ചു, എൻ്റെ ഒരു കൂട്ടുകാരൻ പുറം നാട്ടിലോട്ട് പോവാം, അപ്പോൾ അവൻ്റെ വീട്ടിലെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ ആ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും എടുത്തു, കട്ടിൽ ഞാൻ ഇങ്ങോട്ട് എടുത്തു എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, ഈ കട്ടിൽ എന്തിനാടെ ഇപ്പോൾ ഇവിടെ ഇടാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും, ഇവിടെയല്ല, ഞങ്ങൾക്ക് മേളിൽ മുറി കെട്ടുമ്പോൾ ഇടാനാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മുകളിൽ മുറി കെട്ടിയിട്ട് പോലുമില്ല, അതിൻ്റെ ഉള്ളിൽ കട്ടിലും മേടിച്ചിട്ടു, എനിക്കാണെങ്കിൽ ചിരി വരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, മുകളിൽ മുറി കെട്ടുമല്ലോ, അപ്പം ഇടും എന്ന് പറയുവാണേ. അപ്പോൾ അതുവരെ ഇത് എവിടെ വെക്കും എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അതുവരെ ഇത് ഹോളിലിരിക്കും എന്നാണ് സച്ചി പറയുന്നത്. ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട്, രവിയേട്ടാ, ഇതൊക്കെ ഒരു മുറി കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടാൽ പോരെ, വെറുതെ ഹോളിലെ സ്ഥലം കളയാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് എത്ര വർഷമായാലും ഇതുപോലെ തന്നെ ഇരിക്കും, അത്രയും സ്ട്രോങ് മരമാണെന്നൊക്കെ പറയുവാണേ സച്ചി. ഈ കട്ടിലിവിടെ ഇരിക്കട്ടെ ചന്ദ്രേ, അവർ തറയിലല്ലേ കിടക്കുന്നത്, കട്ടിൽ അവർക്ക് ആവശ്യമുണ്ട്, മുകളിൽ മുറി കെട്ടിയതിന് ശേഷം അവർ മുകളിൽ കൊണ്ട് ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവനോ മുറി കെട്ടാൻ, എല്ലാം വെറുതെ സ്വപ്നങ്ങളെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഈ സച്ചി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്തിരിക്കും, മുറി കെട്ടും എന്ന് പറഞ്ഞാൽ സച്ചി കെട്ടിയിരിക്കും എന്ന് പറയുവാണേ. പക്ഷേ നീ കൊടുക്കാമെന്ന് പറഞ്ഞ കാശ്, അതായിരിക്കുള്ളൂ മോഹന വാഗ്ദാനങ്ങൾ എന്നൊക്കെ സച്ചി പറയുവാണേ. ആ 55 ലക്ഷം അതെത്രയും പെട്ടെന്ന് കൊണ്ടുതരണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, 55 ലക്ഷമോ, ഞാനൊരു 2 ലക്ഷം തന്നു കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ള 53 ലക്ഷത്തിൽ എൻ്റെ ഷെയറും കൂടിയുണ്ട്, ആ ഷെയർ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ മാത്രമേ ഞാൻ തരുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവൻ്റെ തലയിൽ ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ, എവിടെ നിന്ന് കണക്ക് കൂട്ടി എടുത്തു ഈ കണക്കുകളൊക്കെ, ഇതുവരെ ഇതൊന്നും പറയാത്തതാണല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി പറഞ്ഞതും ശരിയല്ലേ, സച്ചിയുടെയും ശ്രീകാന്തിൻ്റെയും ഷെയർ മാത്രം തന്നാൽ പോരെ, ശ്രുതിയുടെ ഷെയറും കൂടി തരുന്നത് എന്തിനാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ തലേന്നായിരുന്നോ ഈ ബുദ്ധിയൊക്കെ, ശരി അച്ഛാ, അവൻ പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മതി, നിനക്ക് വിശക്കുന്നു, ജോലിക്ക് പോകണമെന്നൊക്കെ അല്ലേ പറഞ്ഞത്, വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ആ സിറ്റുവേഷൻ അവിടെ നിന്ന് ഒഴിവാക്കുവാണേ. രേവതി സച്ചിനോട് പറയുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടാ ഇപ്പം കട്ടിലൊക്കെ, മുകളിൽ മുറി കെട്ടിയതിന് ശേഷം കൊണ്ടുവന്നാൽ പോരെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി, ഇനി മഴക്കാലമൊക്കെ വരാൻ പോവാം, നമുക്ക് ടെറസിൽ കിടക്കാൻ പറ്റില്ല, ഇവിടെ താഴെ തറയിലും കിടക്കാൻ പറ്റില്ല, അപ്പോൾ ഈ കട്ടിൽ നല്ലതല്ലേ, നീ അതിനെപ്പറ്റി ആലോചിച്ചൊന്നും ടെൻഷൻ ആക്കണ്ടെന്ന് പറയുമ്പോഴേക്ക് രേവതി പറയും, സച്ചിന് എത്രയും പെട്ടെന്ന് മുറി കെട്ടാനുള്ള പൈസയൊക്കെ റെഡിയാക്കുക, നമുക്ക് എളുപ്പം മുറി കെട്ടണമെന്ന് പറയും, ഇവരൊക്കെ കളിയാക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവരുടെ കളിയാക്കല രേവതി നമ്മുടെ പ്രചോദനം, അപ്പോൾ നമുക്ക്
നമുക്ക് സ്പീഡിൽ മുറികെട്ടാൻ സാധിക്കും. നീ ഇപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഇവർക്ക് കുടിക്കാൻ കുറച്ച് കാപ്പി ഇട്ടുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വിടുവാണേ. അങ്ങനെ കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി വരുവാണ്. അവർ നോക്കുമ്പോഴേക്കും ഹോളിലൊരു കട്ടിൽ കിടക്കുന്നേ. വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തേ ഇതെന്താ കട്ടിൽ? എന്നിട്ട് വർഷ കട്ടിലെ മുകളിലൊക്കെ ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തേ ഇത് സാധാരണ ക്വാളിറ്റിയുള്ള കട്ടിലൊന്നല്ല കേട്ടോ, നല്ല കൂടിയ ക്വാളിറ്റിയാണ്, റെയർ ക്വാളിറ്റിയാണ്, പുറത്തുനിന്നൊക്കെ വരിക്കുന്നതാ എന്നൊക്കെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പുറംനാട്ടിൽ നിന്നൊക്കെ വരുത്തിക്കാറുണ്ട്, പിന്നെ ഞങ്ങളുടെ റിലേറ്റീവിനും ഈ ഒരു ബിസിനസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുമ്പോഴേക്കും വർഷ കട്ടിലിൽ കിടന്ന് തുള്ളിക്കളി. ചന്ദ്ര ഓർക്കും, ഇവരെന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ വന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയും ശ്രീകാന്തും കൂടി വർഷയും ശ്രീകാന്തും കൂടി ചന്ദ്രയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇതെന്താ അമ്മേ കട്ടിലൊക്കെ? അതാ സച്ചി കൊണ്ടുവന്നിട്ടതാണ്, വളരെ പുച്ഛത്തോടെ ചന്ദ്ര പറയുവാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, പക്ഷെ നല്ല കട്ടിൽ ആൻറ്റി, ഇങ്ങനത്തെ ക്വാളിറ്റിയുള്ള കട്ടിലൊന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. അപ്പോൾ രേവതിയും സച്ചിയും വരുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, നിങ്ങൾ മേടിച്ച കട്ടിലാണല്ലേ ഇത്, സൂപ്പർ ക്വാളിറ്റി കട്ടിലാണ് കേട്ടോ, ഇതൊക്കെ ഇങ്ങനത്തെ 2-3 ജനറേഷൻ വരെ ഈ കട്ടിലിന് ഒരു കുഴപ്പവും പറ്റത്തില്ല, എൻ്റെ അച്ഛനൊക്കെ ഇതുപോലെ പുറം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ വർഷേ ഇതൊക്കെ നമ്മുടെ എല്ലാ കടകളിലും കിട്ടും നാട്ടിലെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, സുധിച്ചേട്ടൻ ഷോറൂം അല്ലേ നടത്തുന്നത്, എന്നിട്ട് പോലും സുധിച്ചേട്ടൻ അറിയാൻ പാടില്ല ഇങ്ങനത്തെ ക്വാളിറ്റി പ്രോഡക്റ്റ് ഒന്നും ഇവിടെ കിട്ടത്തില്ല എന്ന്, എന്തൊരു കടയാണ് നടത്തുന്നതെന്നൊക്കെ വർഷ പുച്ഛിക്കുന്നുണ്ടേ സുധിയെ. രേവതി ചേച്ചി വേണമെങ്കിൽ നോക്കിക്കോ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നത് വരെ ഈ കട്ടിൽ നല്ല സ്ട്രോങ് ആയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടിയാന്നൊക്കെ വർഷ പറയുവാണേ. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് രേവതിക്കും നാണമൊക്കെ വരുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇത് അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഇത് നല്ല ഒറിജിനൽ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ ഇത്ര ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും, ഇത് നല്ല കട്ടിൽ തന്നെ സച്ചി ഏട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഈ കട്ടിലിൻ്റെ നന്മ ഈ വീട്ടിലുള്ള ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, വർഷക്കെങ്കിലും അതിന് സാധിച്ചല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെ സച്ചി പറയുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.